കോട്ടയം ജില്ലയിലെ ചോലത്തടത്ത് ഇടവകയിലെ മാർത്തുമറിയത്തിൻ്റെയും വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെയും തിരുനാളോടനുബന്ധിച്ച് നടന്ന ക്രൈസ്തവ കാഹള സമ്മേളനം ശ്രദ്ധേയമായി. കുരിശിൻ തൊട്ടിയിൽ കൽ സ്ലീവായുടെ മുന്നിൽ നിന്നുള്ള പുറത്തു നമസ്കാരത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. കേരളത്തിലെ 9 എപ്പിസ്കോപ്പൽ സഭകളെ പ്രതിനിധീകരിച്ച് മെത്രാന്മാരും വൈദികരും വിവിധ ക്രൈസ്തവ സംഘടനാ പ്രതിനിധികളും ജനപ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. തൊഴിയൂർ സഭാതലവൻ അഭിവന്ദ്യ സിറിൽ മാർ ബെസേലിയോസ് മെത്രാപ്പൊലീത്ത, സിറോ മലബാർ സഭ പാലാരൂപത മെത്രാൻ അഭിവന്ദ്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട്, യാക്കോബായ സഭ കോട്ടയം ഭദ്രാസന അധ്യക്ഷൻ അഭിവന്ദ്യ തോമസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത, CSA സഭ ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് VS ഫ്രാൻസിസ് എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ആശംസകൾ അർപ്പിച്ചു. അതിപ്രധാനമായ 4 വിഷയങ്ങളിൽ പ്രസക്തർ നയിച്ച ഓറിയന്റേഷൻ പ്രഭാഷണങ്ങളും നടന്നു. 1-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിൽ സജീവമായിരുന്ന ക്രൈസ്തവ വിഭാഗമായ നസ്രാണി സമുദായത്തിൻ്റെ മാർത്തോമ മാർഗവും വഴിപാടും എന്ന വിഷയത്തിൽ ജോസുകുട്ടി അബ്രഹാം മരങ്ങാട്ടിലും, നവഭാരത സൃഷ്ടിയിൽ ക്രൈസ്തവ സംഭാവനകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ബാബു K വർഗീസും, ആധുനിക ലോകക്രമത്തിൽ ക്രൈസ്തവർ സ്വീകരിക്കേണ്ട ആനുകാലിക സമീപനങ്ങൾ എന്ന വിഷയത്തിൽ ജോർജ് കുട്ടി അഗസ്റ്റിയും, ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ അതിജീവനം സാധ്യമോ എന്നതിനെപ്പറ്റി അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കലും സെഷനുകൾ നയിച്ചു. ഇടവക വികാരി ഫാദർ സിറിൽ തോമസ് സ്വാഗതവും മദർ ജ്യോതി മരിയാമ്മ നന്ദിയും അർപ്പിച്ചു. പഴയ നിയമത്തിൽ യാക്കോബ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനായ ജോസഫിന് ഒരു കുപ്പായം തുന്നിക്കൊടുത്തപ്പോൾ മറ്റുള്ളവർക്ക് അസൂയ തോന്നി. ആ കുപ്പായം മൾട്ടി കളേർഡ് ഗാർമെൻറ്റ് എന്നാണ് വേദശാസ്ത്രത്തിൽ അറിയപ്പെടുന്നത്. പല കളറുകളുള്ള ഗാർമെൻറ്റ്. ഞങ്ങൾ 4 പേരും മൾട്ടി കളേർഡാണ്. 4 കളേഴ്സുള്ള വസ്ത്രം ധരിച്ചാണ് പിതാക്കന്മാർ ഈ സ്റ്റേജിൽ ഉള്ളത്. പക്ഷേ ഞങ്ങൾ ഈശോയുടെ ശുശ്രൂഷ ചെയ്യുന്നവരാണ്, ഐക്യത്തിൽ ജീവിക്കുന്നവരാണ്. മൾട്ടി കളേർഡ് ഗാർമെൻറ്റ് നമുക്ക് തരുന്ന വലിയൊരു ഐക്യം. ഇവിടെ 3 പിതാക്കന്മാരും അതിനെക്കുറിച്ച് പറഞ്ഞു. ഈശോയിൽ നമ്മൾ എത്തി നിൽക്കുന്നു, ഈശോയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു, പെരുമാറുന്നു എന്നതാണ്. കേരളത്തിലെ ക്രൈസ്തവർ ഒന്നിച്ചു നിൽക്കണം. പലരായി ചിതറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് മാറി ഇന്നിൻ്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കി ഒത്തൊരുമയോടെ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു മനസ്സും ഒരു അഭിപ്രായവും ക്രൈസ്തവരെ എന്നുള്ള ഒറ്റ ലേബലിൽ മുന്നേറി നമുക്ക് സ്വൈര്യത്തോടെ ജീവിക്കാനായിട്ട് വേണ്ടുന്ന രീതികളിലൊക്കെ നാം സഹകരിക്കണം. ഐക്യമത്യം മഹാബലം എന്നാണല്ലോ പറയാറ്. ഒത്തൊരുമിച്ച് നിൽക്കുമ്പോൾ യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഒത്തൊരുമിച്ച് നിന്നാൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആദ്യം മുതൽ തന്നെ ഒന്നായിരുന്ന സഭ വൈവിധ്യതയിലാണ് വളർന്നു വന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ലോകത്തിൻ്റെ 3-4 ഭാഷകളിൽ 4-5 ഭാഷകളിൽ സുറിയാനി, ഗ്രീക്ക്, കോപ്റ്റിക്, അർമീനിയൻ ഈ ഭാഷകളൊക്കെയും ആദ്യ നൂറ്റാണ്ടുകളിൽ മുതൽ തന്നെ ആരാധനാ പാരമ്പര്യം ഉടലെടുത്തു. എന്നാൽ പല കാരണങ്ങളാൽ സഭയിൽ വിഭജനം ഉണ്ടായി. അതിൻ്റെ ആഴങ്ങളിലേക്കൊന്നും ഇപ്പം പോകേണ്ട ആവശ്യമില്ല. അതേക്കുറിച്ച് ചരിത്രകാരന്മാരും ചിന്തകരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ധാരാളം വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അതിലൂടെ ധാരാളം ഐക്യത്തിൻ്റെ ഏകതകൾ കണ്ടെത്തിയിട്ടുണ്ട്. തടസ്സങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, അപകടങ്ങൾ വരുമ്പോൾ അതിനെ സഭാമക്കളെ അതിനെ ബോധ്യപ്പെടുത്തേണ്ട കടമ അതാത് സഭകളിലെ അധ്യക്ഷന്മാർക്ക് പിതാക്കന്മാർക്ക് ഉണ്ട്. ഞാൻ അത് ആ കൂട്ടത്തിലാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്രകാരം ഒരു സംരംഭം അത് വളരെ ശ്രേഷ്ഠമേറിയ ഒരു സംരംഭമാണ്. വളരെ നാളത്തെ പ്രിയപ്പെട്ട തയ്യലച്ഛൻ്റെയും അദ്ദേഹത്തോട് കൂടെ പ്രവർത്തിച്ച ആളുകളുടെയും പരിശ്രമമാണ് ഞങ്ങൾ ഇത്രയും പേരെ ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിച്ചത്. വളരെ നേരത്തെ അത് പറയുകയും പ്രോഗ്രാമൊക്കെ കൊടുക്കുകയും ഒക്കെയും ചെയ്തു. തീർച്ചയായിട്ടും അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്നത്തെ സമ്മേളനത്തിൻ്റെ പ്രത്യേകത സഭകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ ഇവിടെ
അതിന് ആധികാരികമായിട്ട് പറയാനുള്ള നമ്മുടെ സഭാമക്കൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അതിലും എനിക്ക് സന്തോഷമുണ്ട്. കാരണം അത് ആവശ്യമാണ്. ഇങ്ങനെ നമുക്കൊരു സമ്മേളനം ഈ പെരുന്നാളോടനുബന്ധിച്ച് സംഘടിപ്പിച്ചതിൽ പ്രത്യേകിച്ച് ഞാൻ ഈ സഭയെയും ഈ ഇടവകയെയും അഭിനന്ദിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ അച്ഛനെയും അതുപോലെ തന്നെ നമ്മുടെ എത്രയും ബഹുമാനായ കല്ലങ്കാട്ട് പിതാവിനെയും ഞാൻ ആ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. ക്രൈസ്തവ ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യം. ഒപ്പം ക്രൈസ്തവ മൂല്യങ്ങൾ സമൂഹത്തിലാകെ കൂടുതൽ പ്രസരിപ്പിക്കപ്പെടുകയും ഊട്ടിയുറപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടത് വർത്തമാനകാല ലോക ജീവിതത്തിലെ ലോകക്രമത്തിലെ ഒരുപാട് അനപലക്ഷണീയ പ്രവണതകൾക്ക് പരിഹാരമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. അശാന്തിയും അസമാധാനവും അസഹിഷ്ണുതയുമെല്ലാം ലോകത്ത് വല്ലാതെ വ്യാപിക്കുമ്പോൾ ആ സ്പർദ്ധയ്ക്കും ആ വിഭാഗീയതയ്ക്കും എല്ലാം ശാശ്വതമായ പരിഹാരമാണ് ക്രൈസ്തവ മൂല്യങ്ങളും ക്രൈസ്തവ ദർശനങ്ങളും.